ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുത്തു സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞുതരാൻ വേണ്ടി വരുന്നതാണ് കേട്ടോ. അതായത് നമ്മൾ യൂറോപ്യൻ കൺട്രിയിലൊക്കെയുള്ള UK, കാനഡ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ജീവിക്കുന്നവർക്ക് ചിലപ്പം ഉപകാരപ്പെടുന്ന അടിപൊളി ഒരു ഇതായിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് വിൻ്റർ സീസണിൽ നമുക്കിപ്പോൾ കണ്ടോ, ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ വീടുകളിലൊക്കെ ഈ മോൾഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതായത് ഈർപ്പം തങ്ങി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്കതിന് ഒരു പരിധി വരെ തടയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹ്യൂമിഡിഫയർ ആയിട്ടോ ഇത് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ പോണേ. അപ്പോൾ 2 ഫ്ലേവറിലുള്ളതാണ്, പല ഫ്ലേവറിലുള്ള നമുക്ക് കിട്ടും. ഞാൻ 2 ഫ്ലേവറിലുള്ളതായിട്ട് ഞാൻ ഇന്നിപ്പം കാണിക്കുന്നത്. ഒന്ന് വാനിലയുടെയാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യാൻ പോണത്, മറ്റേത് ചെറിയുടെയാണ്. അപ്പോൾ ഇത് വെക്കുന്നത് പലർക്കും ചിലപ്പോൾ അറിയത്തുണ്ടാകില്ല. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെ നമ്മൾ ചെയ്യണ്ടേ എന്ന് കാണിക്കുവാണ്. അപ്പോൾ നമ്മൾ സാധാരണ വിൻഡോ സൈഡുകളിൽ വെക്കുന്ന വിൻഡോ സൈഡ് റൂം, അതായത് നമ്മുടെ കബോർഡിനകത്തൊക്കെ നമുക്ക് വെക്കാവുന്നതായിട്ട് എവിടെ വേണേലും വെക്കാം. അപ്പോൾ ഞാനിപ്പം ഞങ്ങളുടെ വിൻഡോ സൈഡിൽ മാത്രമേ വെക്കുന്നുള്ളൂ. ഓരോ വിൻഡോ സൈഡിൽ ഇതുപോലത്തെ മേടിച്ച് വെക്കുന്നു. അപ്പം നമുക്കത് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഔട്ടിങ് കവർ, പ്ലാസ്റ്റിക് ഇതെല്ലാം എടുത്ത് കഴിയുമ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ നമുക്കിങ്ങനെ ഒരു സിൽവർ, അതായത് നമ്മുടെ ഒരു അലുമിനിയം ഫോയിൽ പോലത്തെ ഒരു കവറിങ് കാണാം. നമ്മളപ്പം ജസ്റ്റ് ആ അലുമിനിയം ഫോയിലിൻ്റെ ആ കവർ മാത്രം എടുത്ത് കളയുക. ബാക്കി ഇത് നമ്മൾ കുത്തിപ്പൊട്ടിക്കുകയൊന്നും ചെയ്യരുത്. അത് നല്ല സുഷിരങ്ങളുള്ള സ്മോൾ, അതായത് ഹ്യൂമിഡിഫൈ, അതായത് ഈർപ്പം വലിച്ചെടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അതിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആ അടപ്പ് കൊണ്ട് തന്നെ ക്ലോസ് ചെയ്ത് വെക്കുക. ഇങ്ങനെ നമ്മൾ വിൻഡോ സൈഡിൽ വെച്ചാൽ മതി. അതിനകത്ത് കിടക്കുന്ന ഗ്രാനുവൽസില്ലേ, ഈ എന്താ പറയുക, അതിനുള്ളിൽ കിടക്കുന്ന ആ ഐറ്റം ഈർപ്പം വന്ന് അത് എന്താ പറയുക, അത് ലയിച്ച് ലാസ്റ്റ് വാട്ടറായി തീരും കേട്ടോ. ഫുള്ള് ആ വാട്ടറിങ് ഈ അടിയിലത്തെ ബോട്ടിലിൽ വന്ന് കിടന്നോളും. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഈർപ്പം എല്ലാം വലിച്ചെടുക്കപ്പെടുന്നത്. കുറേ നാളെടുക്കും കേട്ടോ, അതൊന്നും തീരെ 2-3 മാസം എടുത്തുകൊണ്ടാണ് അതിൻ്റെ കംപ്ലീറ്റ് തീരത്തുള്ളൂ. അപ്പം നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ആദ്യം UK വന്നപ്പോൾ ഇത് അറിയത്തില്ലായിരുന്നു, ഈ സംഭവം എന്തിനോ യൂസ് ചെയ്യുന്നതെന്നും. അങ്ങനെ ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോഴാണ്, കാരണം ഞങ്ങൾ കാറാവാനിൽ പോയപ്പം അവിടെ എല്ലായിടത്തും ഈ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, ഈ ഹ്യൂമിഡിഫയർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വളരെ യൂസ്ഫുൾ പോലെ തോന്നിയുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഇത് മേടിക്കാൻ കാരണം. അപ്പോൾ ഓരോ വിൻ്റർ വരുമ്പോഴും അപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഒരുപാട് ഗുഡായിട്ട് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾക്കറിയാമായിരിക്കും, ഒരു പക്ഷേ അറിയത്തില്ലാതെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഓർത്ത് മാത്രം കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഇത് വേറെ പല രീതിയിലുള്ള ഹ്യൂമിഡിഫയർ കാണും, എക്സ്പെൻസീവ് ആയിട്ടുള്ളതൊക്കെ കാണും. പക്ഷേ നമുക്കിത് 1 പൗണ്ട് ഉള്ളൂ ഈ ഒരു ബോട്ടിലിന്. അപ്പോൾ അത് ഒരുപാട് നമുക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നി, ചീപ്പായിട്ട് നമുക്ക് വെക്കാനൊക്കെ അത്യാവശ്യം നമ്മുടെ ഇതിൽ ഈർപ്പമൊക്കെ വരാതെ നിന്നോളൂ. അപ്പോൾ ഞാനിങ്ങനെ വിൻഡോ സൈഡിൽ കൊണ്ടുപോയി വെക്കുകയാട്ടോ ചെയ്യുന്നത്. വിൻഡോ സൈഡിൽ ഓരോ സ്ഥലത്തും വിൻഡോയുടെ അവിടെ വെച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ വിൻഡോയിലുള്ള ഈർപ്പെല്ലാം അങ്ങ് കുറഞ്ഞ് കിട്ടും. ആ മോൾഡ് വരുന്നതൊക്കെ തടഞ്ഞ് നിൽക്കും. അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.